നമസ്കാരം എല്ലാവർക്കും ഫീൽ ഫുഡ് വിത്ത് അമ്മുവിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാനൊരു സ്വീറ്റ് ഐറ്റമായിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫയർലെസ് കുക്കിംഗ് ആയിട്ടാണ്. അതായത് നമ്മൾ തീ കത്തിക്കാതെ തന്നെ നമ്മൾ ഒരു അടിപൊളി സ്വീറ്റ് ആയിട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു അടിപൊളി സ്വീറ്റ് ആയിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും, നമ്മൾ തീ കത്തിക്കുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് കാണാം അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന്. ചെയ്യാൻ പോകുന്ന വിഭവം എന്താണെന്ന് ആദ്യം നോക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചിട്ട് ഒരു ലഡു ആണ്. ക്യാരറ്റ് ലഡു ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുകയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പോളം വരുന്നുണ്ട്. 2 ക്യാരറ്റ് എടുത്തു ഞാനിതിന്. അങ്ങനെ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ഇതേ അളവിൽ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ എക്സ്ട്രാ പഞ്ചസാരയൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ഈ മിൽക്ക് മെയ്ഡ് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ എന്തായാലും മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കാഷ്യൂവും കിസ്മിസും ആണ്. അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചേർക്കാൻ പോകുന്നത് 2 വലിയ ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേഗം അപ്പോൾ നമ്മൾ ക്യാരറ്റ് നല്ലോണം മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ പാൽപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഓർക്കണം, മിൽക്ക് മെയ്ഡ് കൂടിപ്പോകരുത്, കൂടിപ്പോകാൻ പാടില്ല. എളുപ്പത്തിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള മിൽക്ക് മെയ്ഡ് നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 2 to 3 ടേബിൾ സ്പൂണോളം വരെയെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കയ്യിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും തടവി വയ്ക്കുക. ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ക്യാരറ്റ് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത്ര വലിയ സമയമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ള സമയം മാത്രമേ നമുക്ക് പോവുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് കാഷ്യൂ ജസ്റ്റ് ഒന്ന് മുകളിൽ കാഷ്യൂ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ ഒക്കെ വെച്ചിട്ട് നല്ലോണം ഗാർണിഷ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അധികം പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് ടൈമൊന്ന് പോവുള്ളൂ. ബാക്കി 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് റൗണ്ട് ചെയ്ത് എടുക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ എപ്പോൾ വീഡിയോസ് ഇടുകയാണെങ്കിലും കറക്റ്റ് ടൈമിന് വീഡിയോ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.